RSSന്റെ കൊട്ടേഷൻ പണി ഇപ്പോ CPM ഏറ്റെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ബൈറ്റ്. അവിടെ എക്സസൈസ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് കാലത്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പൊ അത് ഞാൻ മറ്റൊരു വിധത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഈ പുള്ളി ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ നേരെ ഡയറക്റ്റ് RSSന്റെ ശാഖയിലങ്ങ് പോയപ്പോ ഇവർക്കൊക്കെ. പിന്നെ ഇവനൊക്കെ ഈ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാൻ മാത്രം മടയന്മാരാണോ കേരളത്തിലെ പൊതുസമൂഹം? ഇതേ വർഗീയ വിഷം തുപ്പിയതല്ലേ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനിലും അതുപോലെ തന്നെ മറ്റേ വടകര ഇലക്ഷനിലൊക്കെ ഈ വർഗങ്ങൾ. എന്നിട്ട് ജനങ്ങൾ എന്താ ചിന്തിച്ച്? ഇനിയും മനസ്സിലായിട്ട് ഇവന്റെ ഒക്കെ തലക്കകത്തി എന്താണ് നടത്തിവെച്ചത്? തലച്ചോറൊന്നും ഇല്ലേ? ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ വസ്തുത മനസ്സിലാക്കണ്ട. അവിടെ എന്താ നടക്കുന്നത്, അല്ലെ എന്തല്ല ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്? ഒരു പ്രത്യേക ഒരു വിഭാഗം മാത്രമാണ്. പിന്നെ ഇവന്റെയൊക്കെ ഗർവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇവന്റെയൊക്കെ പ്രശ്നം. ഇവന്റെ കൂടെയൊക്കെ ഇവന്റെ പാർട്ടിന്റെ കൂടെയൊക്കെ ജമാഅത്ത് ഇസ്ലാമിയേക്കും വലിയ വാഴ്ത്തപ്പെട്ട ആൾക്കാരും ഭയങ്കര തികഞ്ഞ മതേതരവാദിയും. എന്നാൽ ചില സാഹചര്യം കൊണ്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സെൻട്രൽ ഇലക്ഷൻ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്കൊക്കെ അത് വർഗീയവാദിയായി. എന്നാൽ ആണും പെണ്ണും കെട്ട ഈ നാണം കെട്ട വർഗങ്ങൾ INL എന്ന് പറയുന്ന സാമാന്യത്തിലും PDP എന്ന് പറയുന്ന പാർട്ടിയും ഒക്കെ കൂട്ടിയിട്ട് ഉളുപ്പില്ലാതെ മത്സരിച്ച് സഖ്യത്തിൽ ഉൾപ്പെടുത്തിയ നാണം കെട്ടവരാത് വന്നിട്ട് പറയുന്നത്. INL എങ്ങനെയാണ് ഈ രാജ്യത്ത് ഉണ്ടായതെന്ന് ഈ പറയുന്ന പുള്ളിക്ക് അറിയത്തില്ലേ? ബാബരി മസ്ജിദിന്റെ ധ്വംസനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഒരു സമീപനം സ്വീകരിച്ചപ്പോ അതിനകത്ത് തീവ്രത പോരാ, വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ ഇബ്രാഹിം സുലൈമാൻ തൊട്ട് പുറത്ത് വന്നിട്ട് ഉണ്ടാക്കിയ പാർട്ടിയാ മുസ്ലിം ലീഗിന് വർഗീയത പോരാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ പാർട്ടിയെ ഒക്കെ കൂട്ടിയിട്ടാണ് ഇവർ ഇപ്പുറം വന്നിട്ട് ഇതും ഇളക്കി നടക്കുന്നത്. കഷ്ടം എന്നുള്ളത് എന്താ പറയാ, ഡയറക്റ്റ് അങ്ങ് RSSലേക്ക് അങ്ങ് ലയിച്ചാ പോലെ. എന്നിട്ട് പറയണം വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഉണ്ടാക്കാൻ നടക്കുന്നവരാവരും ഇവരൊക്കെ. ഉളുപ്പ് വേണം. ഒറ്റ കാര്യം ചിന്തിക്കുക, കേരളത്തിലെ എല്ലാവരും അടിമക്കമ്മികളൊന്നുമല്ല. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിത്തരം നല്ല ചിന്താഗതിയുള്ളവരും നല്ലവരും ഉണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അന്ന് അർഹിക്കുന്ന അലജ്ഞതയോടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് UDF മുന്നണിക്ക് മുഴുവൻ വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത്ര ഭൂരിപക്ഷത്തിലേക്ക് ഓരോ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റും വിജയിച്ച് കയറിയത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ? ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ എറണംകെട്ട പാർട്ടി ഇല്ലേ? ഇപ്പൊ ഇന്നലും തുടങ്ങിയതാ. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് പറയാ അവിടെ എന്തോ തീവ്രവാദം നടക്കുന്നുണ്ട്, അത് അന്വേഷിക്കണം, അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. നിങ്ങൾ പറയണം, അപ്പൊ ജനങ്ങളത് ശ്രദ്ധിക്കട്ടെ. ജനങ്ങളൊക്കെ ബോധവൽക്കന്മാരെ ഇവിടെയുള്ള എല്ലാം അടിമകളും മറ്റേ ഈ അടിമത്തം പേരുന്നവരൊന്നും അല്ല. കാലമൊക്കെ മാറിയടോ, ചിന്തിക്ക്. വിരൽ തുമ്പിൽ ലോകത്തില്ലേ? ഒരു പ്രാകൃത സമൂഹത്തിൽ നിന്ന് പരിഷ്കൃത സമൂഹത്തിലേക്ക് സമൂഹം മാറിയിട്ടും എന്തേ നീയൊന്നും നന്നാവാത്തത്? എന്തേ RSSന്റെ അതേ നിലപാട് ഇവിടെ സ്വീകരിച്ച് ഇവിടെ പറയുന്നത്? നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങൾ രാഷ്ട്രീയം പറയാണോ? നിങ്ങളെ പാർട്ടി ചെയ്യുന്ന നന്മകൾ പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി നോക്ക്. അല്ലാതെ സമാധാനമായി ജീവിക്കുന്ന ഒരു ഇതിനകത്ത് RSSന്റെ കൊട്ടേഷൻ പണിയേറ്റെടുക്കല്ല കേട്ടാ. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാ? കേരളം ഭരിക്കുന്നത് തന്നെ RSSന്റെ ഇതര ഗവൺമെന്റ് എന്ന ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിനകത്ത് RSSന്റെ നിലപാട് അങ്ങനെ തന്നെ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണുള്ളത്. അത് നമ്മൾ കണ്ടതല്ലേ ഓരോ വിഷയത്തിനകത്തു. സ്വന്തം പാർട്ടിക്കകത്തുള്ള പേര് മാറിയത് ഒറ്റ കാരണം കൊണ്ട് ഇല്ലാതെ അലിഗേഷൻ വെച്ച് കെട്ടിയിട്ട് എന്താ പറയാ, പിന്നെ ജാമ്യം കിട്ടാതെ വകുപ്പ് പ്രകാരം കേസെടുത്ത് ജയിലിലടച്ച നാണം കെട്ടവരല്ലേ നിങ്ങൾ? നിങ്ങളെ പുസ്തകം തന്നെ CPM അച്ചടിച്ച പുസ്തകം തന്നെ കയ്യിൽ വെച്ചത് കൊണ്ട് അല്ലേ അവസാനം ആ പേരിന്റെ പേരില്ല അറസ്റ്റ് ചെയ്ത് അവസാനം കോടതിക്ക് എന്താ പറയേണ്ടി വന്നവരെ നിരവധി പുറത്തുവിട്ടില്ലേ? എന്നിട്ടും വന്നിട്ട് പറയാ. പിന്നെ ഇവൻ മാത്രമൊന്നല്ല, ഈ മോഹനം മാത്രമൊന്നല്ല പറഞ്ഞത്, ഈ കേരളത്തിലെ മുഖ്യനും പറഞ്ഞത് അങ്ങനെയല്ലേ. പണ്ട് മറ്റേ PC ജോർജ് മണ്ഡലിക്കുന്ന മത്സരത്തിൽ ഒരു കുട്ടികളുടെ ബൈക്ക് റേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ചെറിയാനിട്ട സംഭവങ്ങൾ വന്നപ്പോഴും എല്ലാ വിഭാഗത്തിലെ കുട്ടികളുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ അവിടെ പോയിട്ട് പറയും പ്രത്യേക മതവിഭാഗം എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും ഈ പറയുന്ന ഈ സംഘി മനസ്സിലവരെയൊക്കെ പിന്തുണക്കുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ നമിക്കുക. രാഷ്ട്രീയം പറയുന്നത് അപ്പുറം വെറും വർഗീയത തൊപ്പി നടക്കുക. എന്നിട്ടും ഇതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ അതിന് അവഹിക്കുന്ന അതോടെ തന്നെ പുറംകാലം കൊണ്ട് തട്ടി വെളി കളയുന്നില്ലേ? അത് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? വടകര പാർലമെന്റിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ ചെറ്റത്തരങ്ങളിൽ ഇവർ പറഞ്ഞു നടന്നത് ഇത് ജനങ്ങൾ ഉൾക്കൊണ്ടോ? ഇനി പിന്നെ എന്താ നിങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്? ജനങ്ങളെന്താ മടയന്മാറാ? നീയൊക്കെ പറയുന്നത് കേട്ടങ്ങ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്? അത്തരം ചിന്താഗതി അതൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിലങ്ങിട്ടെ. ഓക്കെ.